ഈ കല്ല ചവിട്ടല്ലേ കേട്ടോ പോകുമ്പോഴേ ചെരുപ്പ് വിട്ടിട്ടില്ല. സ്ഫോടനം വെക്കുന്നത് സ്ഫോടനം. അയ്യോ വലിയ ഭൂം 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 എന്നാട്ടോ കത്തുന്നത്. അയ്യോ വാണ്ട കല്ല് പോട്ടെ പോട്ടെ മുറ്റത്തേക്ക് കൊണ്ടെല്ലാം കുറഞ്ഞാ. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ വണ്ടി ചുടാൻ വേണ്ടി പോവാണ്. വലിയൊരു പരിപാടിയിലാട്ടോ. ഇത് കണ്ടോ, നിറച്ച് കശുവണ്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മമ്മിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ നിന്ന് തന്നതാണ്. അപ്പം ഞങ്ങൾ അതൊന്ന് ചുടാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അടുപ്പൊന്ന് ഞങ്ങൾ കത്തിച്ചു. അടുപ്പിന് തീ കൂട്ടിയേക്കാണ്. അടുപ്പിനകത്ത് കുറെ ചിരട്ട കൂട്ടിയിട്ട് കത്തിച്ചിട്ട് കനലാക്കിയതിന് ശേഷം അതിനകത്തേക്ക് വാരിയിടാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് നല്ലോണം ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വല്ല പൊട്ടിത്തെറിക്കൊന്നും അറിയത്തില്ല. വീട് മൊത്തം കത്തിക്കുമെന്നു വരയ്ക്കാത്തല്ലെങ്കിൽ ചുടാൻ പൊള്ളുകയെന്നാ പറയുന്നത്. ഭയങ്കര സ്മെല്ലായിരിക്കും എന്നാ പറയുന്നത്. അതിന്റെ ആ പുത്തല് കാരണം നമുക്ക് ചുമച്ച് ഒരു വകയാവുന്ന പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഓൾറെഡി ചുമയുണ്ട്. അപ്പൊ ഒന്നും കൂടെ ചുമ കൂട്ടാനുള്ള പരിപാടിയാണ്. അതെ, നമ്മുടെ ഈ അടുപ്പെന്ന് പറഞ്ഞാൽ മേളിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അറിയത്തില്ല, നമുക്ക് എന്തായാലും നമുക്ക് ചുട്ട് നോക്കാം, കുറച്ച് വാരി ഇട്ട് നോക്കാം. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഈ അടുപ്പിനകത്ത് നന്നായിട്ട് തീയാവണം കേട്ടോ. ഫുള്ള് കനലാവണം. അതിനുവേണ്ടി കുറെ ചിരട്ട പറക്കി അട്ടി അടുക്കി വെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിറകില്ല. വിറകുണ്ട്, പക്ഷെ അത് മഴ നനഞ്ഞിരിക്കുവാണ്, അതുകൊണ്ട് കത്തിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മള് എന്നും ചിരണ്ടുന്ന തേങ്ങയുടെ ചിരട്ട ഇഷ്ടം പോലെ ഇരിക്കുക. നമ്മള് സാധാരണ അത് വിൽക്കുക ചെയ്യുന്നത്. പക്ഷെ ഈ പ്രാവശ്യം നമ്മളത് കത്തിച്ചിട്ട് കനലാക്കി അതിലേക്ക് വിൽക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആരിലൊക്കെ വരുമ്പോ എടുക്കാൻ വേണ്ടി വരും. പ്ലാസ്റ്റിക് എടുക്കാൻ വരുമ്പോൾ ചിരട്ടയ്ക്ക് വേണ്ടി വരും. അപ്പൊ അവർക്ക് കൊടുക്കട്ടെ, അല്ലാതെ നമ്മൾ കൊടുക്കുന്നൊന്നുമില്ല. ഞങ്ങളുടെ പഴയ ഒരു സാധനം ഇതായിരിക്കുന്നു കേട്ടോ. ചെരവ. ഇത് ഇങ്ങനത്തെ ചെരവ ഇപ്പോഴും വീട്ടിലുള്ളവർ കമന്റ് ചെയ്യണേ. 30-40 വർഷമെങ്കിലും പഴക്കമുണ്ട് ഈ ചെരവയ്ക്ക് കേട്ടോ. ഇതൊക്കെ പോയിട്ടോ. കളർ മാറി കാരണം 10-30 വർഷം കമ്പൊക്കെ വെച്ച് അതിന്റെ കാലൊക്കെ ഒടിഞ്ഞു പോയി. വേറെ ഒരു ചെരവയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് താഴെ ഇരുന്നതാണ്. പഴയ നമ്മുടെ പുരാതന ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതെ അതെ. പക്ഷെ അതില് മമ്മിക്ക് അതിൽ ചേരണ്ടാനാണ് ഇഷ്ടം. മമ്മി വിറകിട്ടാ പോയിക്കോ. ഞാൻ തീ പിടിപ്പിക്കൂടെ. പിന്നെ ചേട്ട അത്യാവശ്യം കത്തി വരാൻ കുറച്ച് താമസമാണല്ലോ. അപ്പൊ കത്തി നന്നായിട്ട് കനലാണ്. കനലിനകത്തേക്ക് വാരിയിട്ടാലും വലിയ പ്രയോജനം ഉണ്ടാവില്ല. വാരിയിട്ട് കഴിയുമ്പോ അറിയാം ബാക്കി കാര്യങ്ങൾ. കാരണം ഓൾറെഡി അത് തണുത്തായിരിക്കും. ഇത്രയല്ല കേട്ടോ, ഇനിയുണ്ട്. എവിടെ ഉണ്ട്? അവിടെ തന്നെ ഇരിപ്പില്ല. ഇനി ഒരു കൂടുന്നുണ്ടല്ലേ. അത് ഉണങ്ങി വെച്ചതാ. ഇത് ഉണങ്ങി വെച്ചതാ? അത് ഉണങ്ങി വെച്ചതാ. അയ്യോ, അപ്പൊ ഇത് പച്ച കൂടുതൽ കിട്ടിയേ ഉണങ്ങാതെ വെച്ചുണ്ടായിരുന്നു. അപ്പം ഇത് ഉണങ്ങാതെ വെച്ചത്, ഇത് ഉണങ്ങി വെച്ചത്. അയ്യോ, അപ്പം ആദ്യം നമുക്ക് ഉണങ്ങി തരാം അല്ലേ? അതെ. അപ്പം തീ കിട്ടുപോയിരിക്കും. ഇവിടെയുള്ള ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യപ്പെട്ട സ്കൂളിൽ പോയ സമയത്താണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. സമയം 1:30 ആയിട്ടോ. ചോറ് പോലും കഴിച്ചിട്ടില്ല. അതിന് മുന്നേ കശുവണ്ടി ചുട്ടു തിന്നോന്ന് ഭയങ്കര കാരണം ഭയങ്കര പുകയായോണ്ട് അവന് ബുദ്ധിമുട്ടുണ്ടാവരുത്. അന്നക്കുട്ടിനെ നമുക്ക് അപ്പുറത്തോണ്ട് കിടത്തി ഉറക്കാം. അവള് ഉറങ്ങി അങ്ങോട്ട് പോകുന്നില്ല. അന്നക്കുട്ടി ഓൾറെഡി ഉറങ്ങി, നല്ല സുഖമായിട്ട് ഉറങ്ങി. വാതിൽ ഞങ്ങളിവിടെ അടച്ചിട്ടിരിക്കുകയാണ്. പന്തം പോലെ കത്തി. ഇതെന്നെ 4 സൈഡും ചിരട്ട ചൂടാൻ വേണ്ടി ഞാൻ വിചാരിച്ച അടുപ്പിന്റെ കാലില്ലേ. അപ്പൊ ഇതാ തീ കത്തി ആളിക്കൊണ്ടിരിക്കുകയാണ്. ചിരട്ട മാത്രം വെച്ചിട്ടാണ് നമ്മൾ തീ കത്തിച്ചിരിക്കുന്നത്. ഇത് കമ്പ് മാറ്റിയില്ല, അതും കൂടെ കത്തിപ്പോകും. അതെ അതെ, ലാസ്റ്റ് കപ്പിളക്കാൻ കമ്പുണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് തീ ആയിട്ടുണ്ട്. ഇനി കനലാവണം. കനൽ കുറച്ചേ ഉള്ളൂ. നമ്മൾ ചിരട്ട കുറെ കൂടെ കത്തിച്ചിട്ട് വേണം കനലാക്കാൻ വേണ്ടി. എന്നിട്ട് വേണം ഇതിടാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിയുമ്പോഴാണ് അതിന്റെ സംഭവം നമുക്ക് പിടികിട്ടുള്ളൂ. കാരണം പൊട്ടിത്തെറിക്കോ. ഇപ്പൊ എന്തായാലും ഇട്ട് നോക്ക്. ഇച്ചിരി കനലായില്ലേ? ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ്. വേണ്ടേ ഇട്ടോ മമ്മീനോട് ചോദിച്ചു. അനുവാദം വരുന്നത് നമ്മൾ തുടങ്ങിയാണ്. ഇട്ടോ അയ്യോ, അതിനൊരു അനക്കം പോലും ഇട്ടോ. അടുത്തത് ഇട്ടു. മൊത്തം ഇട്ടോ. അത് ഉണങ്ങിയത് മൊത്തം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉണങ്ങാത്തത് സൈഡിൽ കൂടെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചീറ്റ് നോച്ചൊക്കെ കേൾക്കുന്നുണ്ടേ. പൊട്ടലും ചീറ്റിലും ഒക്കെ നടക്കുന്നില്ലേ? പൊട്ടലും ചീറ്റിലും ആണേ. എന്നാ പറ്റി? അത് സാറ് നിൽക്കും. ഒത്തേക്കെങ്ങാനും ചീറ്റി തെറിച്ചിട്ടുണ്ടല്ലേ പണി വാളും. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എന്തായിന്ന് ഒരു പിടുത്തവും ഇല്ല. കത്തി കരിഞ്ഞു പോയോന്ന് അറിയത്തില്ല.
കേൾക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കിടപ്പുണ്ട്, കണ്ടി കുറെ കിടപ്പുണ്ട്, പക്ഷെ ആയിട്ടില്ല. അത് ആയതുകൊണ്ട് ആകുന്നുണ്ട്. മഴയും കൂടെ വേണമായിരുന്നു. കടയിൽ നിന്ന് മേടിക്കുന്ന ഇങ്ങനെയല്ലല്ലോ ചൂടുന്നേ, അത് മെഷീനിലായിരിക്കും മിക്കവാറും. മെഷീനിൽ തന്നെ പൊട്ടിച്ച് സംഭവം ഒരു പാട് പോലും വരാതെ, കേടുപാട് വരാതെ അങ്ങനെയല്ലേ എടുക്കുന്നത്. ഗൈസ്, നമ്മുടെ ആദ്യത്തെ സെക്ഷൻ പണി പാളിയിരിക്കുകയാണ്. ഒരെണ്ണമില്ലാതെ എല്ലാം ചുട്ട് കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. എടുക്കുന്ന 100 വട്ടം പറഞ്ഞതാ, ചൊനയാതാ ഇതാന്ന് പറഞ്ഞോണ്ടിരുന്നു. എവിടെന്ന് അതങ്ങാണ്ടുണ്ട് ഇച്ചിരി. അതൊരു മുഴുത്തത് കണ്ടായിരുന്നു ഒരെണ്ണം, അത് ഇച്ചിരി കത്താതെ ബാക്കി കിട്ടി. കൈസ് ഇതാണ് ആകെ കിട്ടിയത്, ഒരെണ്ണമാണ് കിട്ടിയത്. 10-100 ഇട്ടതില് കിട്ടിയതാ മമ്മി, 2 നോക്കാം. മമ്മിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ സംഭവിക്കല്ലേ ഇന്നും രണ്ട് കശുവണ്ടിയല്ലേ പോയത്. അടുത്ത് ഇടാൻ കശുവണ്ടി മാത്രം ചിരട്ട, ഇത്ര ചിരട്ടയാ. തളരില്ല എന്ന് പറഞ്ഞോണ്ട് അടുത്ത സെക്ഷൻ ഞങ്ങൾ ഇട്ടോണ്ടിരിക്കുകയാണ്. ആദ്യം തീ കത്തി വരണം. ഇനി അടുത്ത മമ്മിയാണ് നമുക്ക് കപ്പലട്ടി ചുട്ടുതരാൻ പോകുന്നത്. ഞങ്ങളുടെ എന്തായാലും പാളി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിലിട്ടിട്ടുണ്ട്. മൊത്തം തള്ളിയിട്ട് നീ വീഡിയോ എടുത്തില്ല. ഒരുപാടുണ്ടായിരുന്നു, ഉണ്ടായിരുന്ന സാധനം മുഴുവൻ ഇതിനകത്തെല്ലാം ഇട്ടു. തോണ്ടി മമ്മി ഇട്ടു. ഇടുന്നു. മമ്മിക്ക് ചൂടൊന്നും വിഷയമില്ല. ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റിലൊക്കെ വരുന്നുണ്ട്. മാറി നിക്ക്. എന്നാ കത്ത തോണ്ടി അടുത്തത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കൂടി ഇരുന്നോ മമ്മി? കിട്ടാ മമ്മി അല്ലേ മീ നോക്കാനാ എല്ലാം ഇട്ട് ഇനി ഒന്നുമില്ല ബാക്കി. നിരാശയായോ? മമ്മിയാണ് ഈ പ്രാവശ്യം ചുടവൻ. അടുപ്പ് നിറച്ച് കശുവണ്ടിയുണ്ട്. എന്താകും എന്തോ. സോനെ അങ്ങോട്ട് പുറത്തോട്ട് ചീറ്റ് വരെ നീ. നമ്മളെ അടുപ്പ് കരിഞ്ഞ് ഇത്ര നാളും കരിയാതെ ഇരുന്ന അടുപ്പാണ്. അതൊരു വിഷമമായിക്കോളൂ. പക്ഷെ ഈ അടുപ്പായതുകൊണ്ട് ചൂട് കൂടിയിട്ട് സാധനം അങ്ങനെയാണ് കത്തിപ്പോയത്. മറ്റേ നമ്മൾ വെളിയിൽ അടുപ്പ് കൂട്ടിയതിനകത്തൊക്കെ കനലിനകത്ത് വരിയിടുവാണെങ്കിൽ അങ്ങനെ പോവുകയല്ലായിരുന്നു. ടൈലേത് പാടുത്ത് വരുമല്ലോ അമ്മ? ടൈലിന് ചൂട് വന്നിട്ട് ടൈലേല് ഇത് വരുമോ? ചൂട് വന്നിട്ട് ടൈലേല് പാട് വീഴുമോ? ഇല്ലല്ലേ. ഞാൻ അതുകൊണ്ടൊക്കെയാണ് മുമ്പേ കൊണ്ടുവരാൻ. കാരണം ടൈലേ പാട് ആ പാത്രം പിടിച്ചോടി വാരി ഇട്ടോ. പക്ഷെ അത് മൊത്തത്തിൽ വീഴ് സൂക്ഷിച്ച് വീഴണേ. അല്ലല്ലേ കനല് പോട്ടെ മുറ്റത്തെ കൊണ്ടെല്ലാം കുറഞ്ഞാ. കാരണം മുറ്റത്തെ അടുപ്പിൻ്റെ പോലത്തെ കൈ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ഉണ്ടെന്ന് അഞ്ചൊക്കെ താഴെ പോകുന്നുണ്ട്. കണ്ണിലേക്കോ? അയ്യോ അത് കത്തട്ടെ. കൊണ്ടു ഓഹോ വീണ്ടും അവിടെ ആഴിയാ. അതെ കത്താതെ കിടക്കുന്നേ. ഈ പ്രാവശ്യത്തേത് ചെറിയൊരു മണം. പൊക്ക കൊതുകിനെ ഓടിക്കല്ലേ. കുറഞ്ഞിട്ടല്ലേ പാത്രം അങ്ങോട്ട് പഴുത്തിട്ടേ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ എങ്ങനെ ട്രീ ആണോ? മൂത്ത് പോയോ? അയ്യോ മമ്മി എവിടുത്തെ ഓടുന്നു. സ്ഫോടനം വെക്കുന്നത് സ്ഫോടനം. അയ്യോ വലിയ ഭൂം 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 എന്നാണ് കത്തുന്നത്. മൂലയിലൊക്കെ കിടന്നത് അവരിങ്ങനെ മൂത്ത് നിൽക്കുകയായിരുന്നു പൊട്ടാ റെഡിയായിട്ട്. അതിപ്പോൾ കുഞ്ഞെടുക്കണ്ട പെടലിരിക്കും മൊത്തം തരിക്കും. ഇപ്പോഴാ ഒരു കശുവണ്ടി എടുത്ത് മണമൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. മണം വന്നായിരുന്നോ? പക്ഷെ അതിനകത്ത് പന്നക്കശുവണ്ടി ഉണ്ട്, വേറൊരു മണവും വരുന്നുണ്ട്. കാരണം പന്നക്കശുവണ്ടി ഇടുമ്പോൾ ഒരു മണമുണ്ടല്ലോ. നീക്കല്ല ചവിട്ടില്ല കേട്ടോ ഈ പോകുമ്പോഴേ. ചെരുപ്പ് ഇട്ടിട്ടില്ല. നീക്കല്ല അയ്യോ എന്ന് പറഞ്ഞിട്ട് പാത്രം സഹിതം നോക്കി പോണേ അല്ലേ. തീക്കല്ല ചവിട്ടിയാ അതെന്തോ ഒരു ആചാരമാണ്. അയ്യോ കൊള്ളാം. ഇത് കൂടി 10 പോച്ച കഴിഞ്ഞാൽ പരിസരത്ത് കൊതുക് പോലും വരികയില്ല.
ആഹാ അണ്ടി ചുട്ട് കൂട്ടുന്ന കൂട്ട് കണ്ടോ ഗൈസ്? ആ അതെ അതെ, നേരത്തെ മൊത്തം ഇട്ടിരുന്നെങ്കിൽ ആ മുഴുവൻ പോയി. കരിഞ്ഞിട്ടുണ്ടോ? അതെന്തായാലും കരിഞ്ഞിട്ടുണ്ടാവും. കുറെയെങ്കിലും കിട്ടിയാൽ മതി, എല്ലാം കിട്ടണമെന്ന് പറയുന്നില്ല. ഉണങ്ങിയത് ഉണങ്ങിയത് കരിയുന്നു, ഉണങ്ങാത്ത കരിയല്ല. നമ്മള് തകർക്കും കേട്ടോ. അയ്യോ അതൊക്കെ കരിഞ്ഞു പോയല്ലോ മീ. ഇതാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കശുവണ്ടി. കുറേ കൊണ്ട് പൊട്ടിക്കാൻ കിടന്നത്. പൊട്ടിക്കുമ്പോൾ അതിനകത്ത് കരിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ലല്ലേ, ഇതാണ് നമ്മുടെ കശുവണ്ടി. കശുവണ്ടിയാണ് കിട്ടിയത്. ഇത്രേ ഉണ്ടായിരുന്നു. അതെ, അത്രയെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. കാരണം കശുവണ്ടി കരിഞ്ഞു പോയിട്ടുണ്ട്. കശുവണ്ടി കുറെ മോശമായിരുന്നേ. കൊറേ കശുവണ്ടി പോക്കായിരുന്നു. നല്ല കശുവണ്ടി ഒക്കെ ഉണ്ട്. ഇതുണ്ടോ നല്ല മുഴുത്തുണ്ട്. ഇതൊക്കെ നല്ലതാണ്, മുഴുത്തുണ്ട്, ഇത് നല്ലതാണ്. പക്ഷെ ഇത് പ്രത്യേക ടേസ്റ്റ്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റ് അല്ല, അടിപൊളി രുചിയാണ്. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മൾ കശുവണ്ടി വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.